ഹായ് ഓൺ വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ 2026 നിരവധി അവസരങ്ങളാണ്. നമുക്ക് എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ശരിക്കും പറയാൻ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ് ഈ 2026 എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ എല്ലാവർക്കും മെയിൻ ആയിട്ട് വരുന്ന ഒരു സംശയമാണ്, ഏതൊക്കെ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിക്കും എന്നുള്ളത്. കാരണം ഒരുപാട് പേര് ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, അതിന് ഡിഗ്രി ലെവലും 10th ലെവൽ എക്സാമും അതുപോലെ നമ്മളുടെ LGS 7th ലെവൽ എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ഒരുപാട് നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. എന്നാൽ കുറച്ച് പേർക്കാണ് ഡൗട്ടാണ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, ഞാൻ മെയിൻ ലിസ്റ്റിൽ വരുമോ എന്നൊക്കെ ഒരു ഡൗട്ടാണ്. അപ്പൊ അതൊക്കെയാണ് മിസ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളത്, മെയിൻ ആയിട്ട് വരുന്ന ഡിഗ്രി ലെവൽ എക്സാം ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യം നമുക്ക് വരുന്ന SBCID ആണ്. 17/2025 നമുക്ക് ആദ്യം വന്നതാണ്. നമ്മൾ ആദ്യമേ നമ്മുടെ SBCID ആദ്യമാണ് നമുക്ക് വന്നത് ഇത് നോട്ടിഫിക്കേഷൻ. അപ്പൊ അതിന്റെ എക്സാം വരുന്നത് മെയ് ജൂലൈ 2026 ആണ് വരുന്നത്. ഇതിന്റെ ഒരു എക്സാമിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രിലിംസും മെയിൻസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാല് 172 അഡ്വൈസ് ആണ് ഇതിന് പോയിട്ടുള്ളത് നമ്മളുടെ SBCIDക്ക്. എന്നിരുന്നാലും ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഒരു 33 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു നമുക്ക് കട്ട് ഓഫ് ഒക്കെ വന്നിരുന്നത്. എന്ന് വെച്ചിട്ട് കഴിഞ്ഞ പോലെയല്ല, ഇനി കട്ട് ഓഫ് നമുക്ക് എന്തായാലും കൂടും. എബവ് 50-60 എബവ് എന്തായാലും നമുക്ക് പ്രിലിംസ് വരും. കാരണം ഈ പറയുന്ന നമ്മളുടെ CAT ആയിക്കോട്ടെ, SBCID ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, ഇങ്ങനെ നമ്മുടെ പോലീസിലേക്കുള്ള ആംഡ് പോലീസ് അല്ലെ, അതിന്റെ എല്ലാത്തിനും തന്നെ മിക്കവാറും നമുക്ക് എന്താണ് ഈ പറയുന്ന മെയിൻ എക്സാംസ് SBCIDയും CATും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഇതിനൊക്കെ നമുക്ക് പ്രിലിംസ് ഒറ്റ പ്രിലിംസ് ആയിട്ട് വരാൻ സാധ്യത കൂടുതലുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരും. ഇനി നമ്മളുടെ മെയിൻ എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ളതാണ് നമുക്ക് വരുന്നത്. എന്നിരുന്നാലും SBCIDക്ക് ഇത്രയും നമ്മളുടെ എന്താണ് 172 അഡ്വൈസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് നമ്മളുടെ വാക്കൻസി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള കട്ട് ഓഫും വരാനും സാധ്യത കൂടുതലാണ്. അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മളുടെ എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. അതിൽ നമുക്ക് അഡ്വൈസ് വന്നിരിക്കുന്നത് 152 പേർക്കാണ് നമ്മളുടെ അഡ്വൈസ്. 152 പേർക്കാണ് 158 പേർക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. അതിൽ 45 മാർക്കാണ് നമ്മളുടെ എന്ത് വന്നിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും കട്ട് ഓഫും കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം നടക്കുമ്പോൾ 2022 2023 ആ ഒരു കാലയളവിലെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ അതും കഴിഞ്ഞ് 2026 നമുക്ക് വരുന്നത്. അപ്പൊ അതനുസരിച്ച് മത്സരാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ്. അതുപോലെ വാക്കൻസീസിന്റെ കാര്യം ചില പോസ്റ്റ് ഒക്കെ എന്താണ് കുറവാണ്, എന്ന് ചില പോസ്റ്റ് കൂടുതലാണ്. അടുത്ത നമ്മൾ നോക്കാം നമ്മുടെ CAT ആണ്, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ. അതിൽ നമുക്ക് ഇതുവരെയും അഡ്വൈസ് നമുക്ക് വന്നിരിക്കുന്നത് 36 പേർക്കാണ്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 35 ആണ് അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ 3 കാറ്റഗറിയെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേ രീതിയിലുള്ള കട്ട് ഓഫ് ഒക്കെയാണ്. പക്ഷെ ഇതിന് ഡബിൾ ആകാനാണ് സാധ്യത കൂടുതൽ. ഒരു 60 അല്ലെങ്കിൽ 65+ ആണ് വരുന്നത്. പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ അതിലും കൂടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെയിൻ ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളുടെ വാക്കൻസിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ പ്രിലിംസ് നല്ല രീതിയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നമ്മളുടെ മെയിൻസ് എക്സാം അത്രയും ഈ പറയുന്ന അതേ നമ്മളുടെ എന്താണ് വ്യത്യാസം വരുന്നത് ആകെ കുറച്ച് കാര്യം മാത്രമേ, സ്പെഷ്യൽ ടോപ്പിക്കിലൊക്കെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എന്താണ് നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. ഇത് തമ്മിൽ രണ്ടും നല്ല കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 4000 വാക്കൻസി ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്പൊ തന്നെ ഏകദേശം കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പോയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അത്രയും വാക്കൻസിയോട് അടുത്ത് തന്നെ 3000 തന്നെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മളുടെ അഡ്വൈസും പോയിട്ടുണ്ട്. കട്ട് ഓഫ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഏകദേശം ഒരു 400 വാക്കൻസി ആണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ 257 നമുക്ക് എത്ര വന്നിട്ടുണ്ട്, നമ്മളുടെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സാം കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 അടുത്തോളം നമുക്ക് എന്ത് വരും, അഡ്വൈസ് പോകാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമ്മുടെ വാക്കൻസി ലെവലും അതുപോലെ ഇതിന്റെ കട്ട് ഓഫും ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി ഉറപ്പാണ്. കാരണം അത്രയും നല്ല രീതിയിലുള്ള വാക്കൻസി വരുന്നുണ്ട്, നമുക്ക് എന്താണ് മെയിൻ ലിസ്റ്റിൽ വരാനും സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ല വേറെ ഏത് എക്സാം എഴുതാനാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മളുടെ വാക്കൻസിയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് നമ്മളുടെ മെയിൻ ലിസ്റ്റ് നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏറ്റവും നന്നായിട്ട് ആര് പഠിക്കുന്നു അവരാണ് മെയിൻ ലിസ്റ്റിൽ വരിക. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് നമുക്ക് കുറച്ചും കൂടി വാക്കൻസീസും കാര്യങ്ങളും വരുന്നെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റിലാണ് നമുക്ക് എന്ത് വരുന്നത്, നല്ല രീതിയിലുള്ള വാക്കൻസീസും അത്രയും നേരം നമുക്ക് എന്ത് വരുന്നത്, അഡ്വൈസും വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, തയ്യാറെടുക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന കുറച്ച് എക്സാമാണ് നമ്മുടെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, അത് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ എന്താണ് പ്രിലിംസും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം നമ്മുടെ മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും എക്സാംസ് ഒക്കെ വരുന്നത്. ഇനി 10th ലെവൽ എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഏതാണ്, ബെവ്കോയിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NJD ആണ് കൂടുതലും വരുന്നത്. അത് ഒരാൾക്ക് മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം NJD ആയി പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും കുറെ പേര് ലിസ്റ്റിലുണ്ട്, അവരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി അവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ബെവ്കോയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NJD പോസ്റ്റ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. അത് നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നത്. നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ 1604 അഡ്വൈസ് നമുക്ക് അതിൽ പോയിട്ടുണ്ട്. 1604 അഡ്വൈസുകളാണ് നമുക്ക് അതിൽ പോയിട്ടുള്ളത്. അതിൽ നമുക്ക് എന്താണ് എബവ് നമുക്ക് ഒരു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം നമുക്കൊരു 80+ എങ്കിലും നമുക്ക് വേണം. കാരണം അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണിത്, ഓരോ ജില്ല വൈസാണ് നമുക്ക് വരുന്നത്. മൊത്തം നമ്മളുടെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ 1604 ആണ്. പക്ഷെ ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കട്ട് ഓഫ് ഒക്കെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നോക്കുമ്പോൾ എന്താണ് ഒരു 10th ലെവൽ എക്സാം ആണ്. പക്ഷെ എന്നിരുന്നാലും മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ മെയിനായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം നമ്മളുടെ കമ്പനി ബോർഡ് LGS. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 7ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് ഡിഗ്രി ഉണ്ടോ PG ഉണ്ടോ എല്ലാവർക്കും എഴുതാൻ പറ്റും. സാധാരണ LGS പോലെയല്ല നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഈ എക്സാംസ് ഒക്കെ വരുന്ന നോക്കി ജൂലൈ സെപ്റ്റംബർ ആണ് നമ്മുടെ ബെവ്കോ LDCയും അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് LGSും വരുന്നത്. വില്ലേജ് ബോർഡ് അസിസ്റ്റന്റ് സെപ്റ്റംബർ നവംബർ 2026 നമുക്ക് വരുന്നത്. ഈ കമ്പനി ബോർഡ് LGS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കട്ട് ഓഫ് വന്നിരിക്കുന്നത് 76 ആണ്. 76.67 ആണ് നമ്മുടെ കട്ട് ഓഫ്. അഡ്വൈസും നോക്കിക്കഴിഞ്ഞാൽ 2426 പേർക്ക് എന്ത് വരുന്നുണ്ട് അഡ്വൈസ്. കമ്പനി ബോർഡിന്റെ അസിസ്റ്റന്റ് ആയിക്കോട്ടെ LGS ആയിക്കോട്ടെ നല്ല രീതിയിലുള്ള അഡ്വൈസ് പോകുന്നുണ്ട് മറ്റ് ജോലികളെയൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഇനി മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാം പഠിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ഈ പറഞ്ഞ 10th ലെവലുള്ള ഈ കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ അല്ലെ, നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബെവ്കോ ഇതിലൊക്കെ ഇടം നേടാൻ സാധിക്കും അല്ലെ. ഡിഗ്രി ലെവൽ എക്സാം പഠിക്കുന്നവർക്ക് ഈ പറയുന്ന മറ്റ് എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സുഖമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ +2 ലെവൽ പഠിക്കുന്നവർക്കാണെങ്കിൽ 10th ലെവലിൽ സുഖമായിരിക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഡിഗ്രി ലെവൽ പഠിക്കുന്നവർക്ക് എന്താണ് എങ്ങനെ വന്നാലും 10th ലെവൽ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡിഗ്രി ലെവലിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഒരു ലിസ്റ്റില്ല ഒന്നിൽ കൂടുതൽ ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും കയറാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രീതി തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10th ലെവൽ ആയിക്കോട്ടെ നമ്മളുടെ ഇപ്പൊ എന്താണ് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സാം അടുത്ത് വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് നമുക്ക് മെയിൻ പ്രിലിംസ് വരുന്നത്. അപ്പൊ ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാമിനും അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക. ഓരോ വെയിറ്റേജ് ബേസ് ചെയ്തിട്ട് നമ്മളുടെ സിലബസ് എടുത്ത് വെച്ച് നിങ്ങൾ വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്കിന് എത്ര മാർക്ക് നമുക്ക് അതിൽ നിന്ന് വരുന്നു അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മിൻ PSC ജൂനിയർ ലാബ് അസിസ്റ്റന്റ് കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ്. +2 VHSC MLT +2 ബയോളജി സയൻസ് എടുത്ത് എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ ആണ് അതെന്ന് പറയുന്നത്. ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം അല്ല അല്ലേ, ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. പക്ഷെ നല്ല രീതിയിൽ അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റ് കൊണ്ടാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൻ PSC നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മിൻ PSC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മിസ് പറഞ്ഞത് മറക്കണ്ട. 10th ലെവൽ എക്സാം ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ പഠിക്കുന്നവർക്കാണെങ്കിലും എന്താണ് മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റും. 10th എക്സാം മാത്രം എഴുതുന്നവർക്ക് അത്രയും ടൈം കൂടുതൽ കിട്ടുകയാണ് ആ ഒരു സിലബസ് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഓൾ.